ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള നീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് ഈ തിടുക്കം. മണിയെ വെച്ചിട്ട് ഈ JB ജംഗ്ഷൻ ആരംഭിക്കണം എന്നുള്ളത് ഞങ്ങളുടെ ദീർഘകാലത്തെ ആഗ്രഹമായിരുന്നു. നമസ്കാരം. സംഭാഷണത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും അർത്ഥവത്തായിട്ടുള്ള JB ജംഗ്ഷനിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ആരായിരിക്കും JB ജംഗ്ഷനിലെ ആദ്യത്തെ അതിഥി? ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത സവിശേഷ വ്യക്തിത്വമുള്ള ഒരു കലാകാരൻ, ആസ്വാദനത്തിന്റെ കൊടുമുടിയിലേക്ക് നമ്മെ പ്രേക്ഷകരെ നയിച്ച ഒരു പ്രതിഭ. ഒന്നൂഹിക്കുക, ഒരു ചെറിയ കസടുക അല്ല, നിങ്ങൾ തന്നെ കാണുക സകലകലാവല്ലഭൻ. സ്വാഗതം. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള നീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ താങ്ക് യു സർ. ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടു ഞാൻ. ഇതെന്റെ അതേപോലത്തെ രൂപങ്ങളല്ലേ? ആ പാട്ടൊന്ന് പാടിയ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ പെണ്ണിന്റെ പൊട്ടലി നെയ്യുള്ള പിടക്കണ മീനാണേ. എന്റെ ഡാൻസ് ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ പെണ്ണിന്റെ പൊട്ടലി നെയ്യുള്ള പിടക്കണ മീനാണേ. മീനും അഞ്ചാറ് വട്ടം അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി ഞാൻ. മീനും കൊണ്ട് അഞ്ചാറ് വട്ടം അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി ഞാൻ. നേരം പോയി മീനും ചിഞ്ഞേ അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. നേരം പോയി മീനും ചിഞ്ഞേ അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദനത്തോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. വളരെ സന്തോഷമുണ്ട്. കാരണം എന്നെപ്പോലെ ഇത്രയും ഡൂപ്പിനെ അനുകരിക്കുന്ന ഒരു കലാകാരൻ ഇല്ല എന്നുള്ളത് സത്യമായിട്ടും ഇവിടെ തുറന്നു പറയേണ്ട ഒരു ഇതാണ്. എൻ്റെ അതേ സ്റ്റെപ്പ് ഞാൻ എന്ത് സ്റ്റെപ്പ് കളിക്കുകയാണെങ്കിലും അതേമാതിരി തന്നെ ഇത് നമ്മുടെ മെയിൻ ഐറ്റാണ്. അതുവരെ അനുകരിച്ച് ചെയ്യുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. മണിയെ വെച്ചിട്ട് ഈ JB ജംഗ്ഷൻ ആരംഭിക്കണം എന്നുള്ളത് ഞങ്ങളുടെ ദീർഘകാലത്തെ ആഗ്രഹമായിരുന്നു. എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലെ ഒരു ചെറിയൊരു കലാകാരനെ വെച്ചിട്ട് ഒരു വലിയൊരു പരിപാടി ആരംഭിക്കാന്ന് പറഞ്ഞാൽ ചെറുതോ, ഇത് വലിയ മുതലാണിത് അല്ലേ? ഇതാണ് ഞങ്ങളുടെ മുതല്. മണി മുഖത്തൊരു പരിഭ്രമം ഉണ്ടോ? എൻ്റെ മുഖത്തോ? എനിക്ക് പരിഭവമൊക്കെ പണ്ടായിരുന്നു സാർ, ഇപ്പില്ല. ഒരു ചെറിയൊരു വിഷമത്തിൻ്റെ ഒരു ലാഞ്ചന മുഖത്തുണ്ടെന്ന്. എനിക്ക് വിഷമമൊക്കെ കഴിഞ്ഞു പോയില്ല സാറേ, എത്രയോ നാൾക്ക് മുമ്പ് കഴിഞ്ഞു പോയി എൻ്റെ വിഷമം. ഇപ്പോഴാണ് വിഷമം. ഇപ്പം എനിക്ക് കയ്യിൽ പൈസയുണ്ട്, ജീവിക്കാനുള്ള എല്ലാ മാർഗങ്ങളുണ്ട്, സഞ്ചരിക്കാനുള്ള വണ്ടിയുണ്ട്, AC റൂമുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെന്തിനാ പരിഭവം? ഒരു വിഷമവും ഇപ്പോൾ മണി അലട്ടുന്നില്ല. എന്തിനാ അത്? എന്തിനാണെന്നുള്ള എൻ്റെ ചോദ്യം. ആകെ വിഷമം എന്ന് വെച്ചാൽ എൻ്റെ അച്ഛനും അമ്മയും മരിച്ചുപോയുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. എൻ്റെ ചേട്ടനും മരിച്ചുപോയ വിഷമം മാത്രമേ ഉള്ളൂ. മണി ആഗ്രഹിച്ചെല്ലാം നേടിയോ ജീവിതത്തിൽ? ഞാൻ ആഗ്രഹിച്ചെന്ന് വെച്ചാൽ എനിക്ക് കിട്ടാവുന്നതെല്ലാം ദൈവത്തിൻ്റെ നാമത്തിൽ, എൻ്റെ പൊതുജനങ്ങളുടെ, എൻ്റെ പ്രേക്ഷകരുടെ നാമത്തിൽ എനിക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. മണിക്കിപ്പോൾ ലഭിക്കുന്ന സൗഭാഗ്യം മുഴുവൻ മണി ആഗ്രഹിക്കാത്തതായിരുന്നു. അത് ആഗ്രഹിച്ചതാണ്. ആഗ്രഹിക്കാത്തായിരുന്നു. അതെ. ഒരുപക്ഷെ മലയാള സിനിമയിൽ ഇത്രയധികം വളർന്നൊരു നടനുണ്ടാവില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന വളർച്ച എന്ന് ഉദ്ദേശിക്കുന്നത് അഭിനയ രംഗത്തുള്ള വളർച്ച മാത്രമല്ല, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഞാൻ ആമുഖമായി പറഞ്ഞ പോലെ വലിയൊരു സാമ്രാജ്യം ഉദ്ദേശിക്കുന്ന സമ്പത്തിൻ്റെ മാത്രമല്ല, അംഗീകാരത്തിൻ്റെ, ആസ്വാദനത്തിൻ്റെ, ജനങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ വലിയൊരു സാമ്രാജ്യമാണ് മണി തീർത്തത്.
എന്നെ കൊച്ചിൻ കലാഭവനിലേക്ക് ഞാൻ എത്തുന്നത് തന്നെ ഓട്ടർഷ ഞാൻ വേലായുധൻ എന്ന് പറഞ്ഞൊരു വർക്ക്ഷോപ്പുണ്ട്. അത് ഒരു പക്ഷേ ചാലക്കുടിയിലിരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന രാധയ്ക്ക് അറിയാൻ പറ്റും. രാധ ഇരിക്കേ, ഇതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഓക്കെ. ആ മണി പറയുന്നത് മുഴുവൻ സത്യമാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ചാലക്കുടിക്കാരൻ രാധയെ കൊണ്ട്. തീർച്ചയായിട്ടും അതെ, എന്നെക്കുറിച്ച് എല്ലാം ചോദിക്കാം, അതിനൊരു പ്രശ്നമില്ല എന്നുള്ളതാണ്. ആ വർക്ക്ഷോപ്പിൽ എൻ്റെ ഓട്ടർഷ കയറ്റിയിട്ടിട്ടാണ് ഞാൻ കൊച്ചിൻ കലാഭവനിലേക്ക് ഞാൻ വരുന്നത്. അവിടെ വന്നപ്പോൾ ഫാദർ ആബേൽ അച്ഛൻ പറയുന്നത് ഇങ്ങനത്തെ യൂണിഫോം ഇട്ടിട്ട് കാക്കി ഡ്രസ്സ് ഇട്ടിട്ട് മിമിക്രി കളിക്കാൻ പറ്റില്ല. അച്ഛൻ്റെ ഒരു ശൈലിയുണ്ട്, ഈ ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ടിട്ടൊന്നും മിമിക്രി കളിക്കാൻ പറ്റത്തില്ല കേട്ടോ, അതൊന്ന് ഈ ഡ്രസ്സൊന്ന് മാറ്റണം. എനിക്കാണെങ്കിൽ അന്ന് ഡ്രസ്സ് വാങ്ങാൻ പോലും കഴിവില്ല. ഞാൻ ടി വിയിലൂടെ ദാരിദ്ര്യം പറയുമ്പോൾ എന്നെ ശോഭിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ കഥകൾ ഞാൻ പറയുമ്പോൾ മിക്ക ആൾക്കാരും എന്നോട് എന്തിനാ ഈ ദാരിദ്ര്യം പറയണമെന്ന് ചോദിക്കാറുണ്ട്. മറ്റുള്ളവരുടെ ബാക്ക്ഗ്രൗണ്ട് ആരും നോക്കാറില്ലേ സാർ? പക്ഷെ പറയണ്ടേ മണി, എന്താ കാരണം വെച്ചാൽ മണിയെപ്പോലുള്ള ആൾക്കാരുടെ ജീവിതം ഒരുപാട് ആൾക്കാർക്ക് ഇൻസ്പിറേഷനാണ്, പ്രചോദനമാണ്. എന്നുവെച്ചാൽ മണിക്ക് ഇങ്ങനെ ആകാമെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്കായിക്കൂടാ? തീർച്ചയായിട്ടും. ഞാൻ ഈ അമല ക്യാൻസർ ഹോസ്പിറ്റലൊരു ചേട്ടൻ, അദ്ദേഹത്തിൻ്റെ ക്യാൻസർ വരെ മാറി എന്നുള്ളതാണ് എൻ്റെ നാടൻ പാട്ട് കേട്ടിട്ട്. അദ്ദേഹം പിന്നെ എനിക്ക് ലെറ്റർ എഴുതിയായിരുന്നു, എന്നെ വന്ന് കണ്ടായിരുന്നു, എന്നോട് പറഞ്ഞു എനിക്ക് ആകെ കിട്ടിയൊരു സമാധാനം സന്തോഷം എന്ന് പറഞ്ഞ മണിച്ചേട്ടൻ്റെ പാട്ട് ഞാൻ ഹോസ്പിറ്റലിൽ വെക്കും. മണി ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നാഴികക്കല്ല. ഒരുപക്ഷെ ആ വ്യക്തിയുടെ മണിയോട് കാണിച്ച ഒരു തനതായിട്ടുള്ള സ്നേഹം, വാത്സല്യം, അല്ലെങ്കിൽ മണി അങ്ങോട്ട് കാണിച്ചൊരു മമത, ഇതായിരിക്കാം ആ രോഗശാന്തിക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ശമനത്തിന് വഴിവെച്ചത്. പക്ഷെ എന്തായാലും ആ വ്യക്തിക്ക് വേണ്ടി നമുക്കൊരു 2 വരി അത് പാടിക്കൊണ്ട് നമുക്ക് ഈ ഇൻ്റർവ്യൂ ആരംഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ രോഗം മാറി എന്ന് പറയുന്ന പാട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനെ കുറിച്ച് ഞാൻ ചാലക്കുടി അതിരപ്പിള്ളിയിൽ വെച്ച്, അവിടെ ആനക്കയം എന്ന് പറഞ്ഞ സ്ഥലമാണ്, അവിടെ ഒരുപാട് മിന്നാമിനുകൾ ഇങ്ങനെ മരത്തിൻ്റെ അവിടെ ഇങ്ങനെ കൂട് കൂട്ടിയിട്ട് ഇങ്ങനെ, അവിടെ കറണ്ടും ഇല്ല ഒന്നുമില്ല. അന്ന് രാത്രിയിൽ എൻ്റെ വണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് ഒരു ഗർഭിണി പെണ്ണിനെ പ്രസവത്തിന് വേണ്ടിയിട്ട് ലോറിയിൽ കൊണ്ടുവരാണ്. അവരെ വണ്ടിയുടെ ടയർ പഞ്ചറായപ്പോൾ ഞാൻ അവിടെ ഉണ്ട്, ഞങ്ങൾ ലൊക്കേഷൻ കാണാൻ വന്നേക്കാം. ഞാൻ പറഞ്ഞു നിങ്ങളുടെ വണ്ടി ടയർ പഞ്ചറായി നോക്കണ്ട, എൻ്റെ വണ്ടിയിൽ പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ വണ്ടിയിൽ ഞാൻ കൊണ്ടുപോയി സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ വെച്ച പെൺകുട്ടി പ്രസവിക്കുകയും ചെയ്തു. ആ കുഞ്ഞിന് ഒരു ആൺകുട്ടി ജനിക്കുകയും ചെയ്തു. ആ കുട്ടിക്ക് മണിക്കുട്ടൻ എന്നുള്ള പേര് അവർ ഇടുകയും ചെയ്തു. മണി ഇതൊക്കെ വലിയ അംഗീകാരങ്ങളാണ്. അന്ന് ഞാൻ എൻ്റെ അച്ഛനെ കുറിച്ച് എഴുതിയ പാട്ടാണ് മിന്നാമിനുങ്ങനെ കണ്ടപ്പോൾ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാകില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാകില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ. ഈ പാട്ടാണ് അദ്ദേഹത്തിന് ഒരു രോഗശാന്തിക്ക് ഇത് കൊടുത്തത്. മണിയുടെ അച്ഛനും അമ്മയ്ക്കുള്ള ഒരു പുതുവർഷ സമ്മാനമായിരുന്നു ഈ പറഞ്ഞ എന്നെപ്പോലെ ഇങ്ങനെ ഇരിക്കുന്ന രൂപം. അതെ മണി. പക്ഷെ എൻ്റെ സമ്മാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെ പ്രസവം നിർത്തിയിട്ടുണ്ടായതാണ് ഞാൻ. എൻ്റെ അമ്മയുടെ പ്രസവം നിർത്തിയിട്ടാണ് ഞാൻ ഉണ്ടായത്. അതെങ്ങനെയാ മണി അങ്ങനെ ഒരു വിദ്യ? അപ്പോൾ ആ സർക്കാർ സർക്കാരിൻ്റെ നിർത്തലൊരു നിർത്തലല്ല, സർക്കാരിൻ്റെ ആശുപത്രി ഒന്ന് കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. പക്ഷേ സർക്കാർ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ മണിയെ നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷെ ജനിച്ച ദിവസം കൂടി സാർ ആലോചിക്കണം. 1/1 അതായത് 1971 ജനുവരി 1-ാം തീയതി. അതൊരു പുതുവർഷമാണ്. അപ്പം എന്തെങ്കിലും സംഭവിക്കും. അല്ല, അതൊരു മിറാക്കൽ എന്നൊക്കെ പറയില്ലേ. സർക്കാരും വൈദ്യശാസ്ത്രവും കിണഞ്ഞു ശ്രമിച്ചിട്ടും മണിയുടെ വരവിനെ തടയാൻ പറ്റിയില്ല. അത് മാനത്ത് കിടക്കുന്ന മഴയും വയറ്റി കിടക്കുന്ന കുട്ടി എപ്പോൾ വരാമെന്ന് പറയാൻ പറ്റില്ല സാർ. മനുഷ്യൻ തടഞ്ഞാലും ദൈവം തടഞ്ഞില്ല. ഇല്ല, അതാണ് മണി. ഇല്ല, ഞാൻ പറയട്ടെ സാർ, ഒരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ നമ്മളിപ്പോൾ മതങ്ങൾ എന്ന് പറയുന്നുണ്ട്. ഹിന്ദു മതമുണ്ട്, ക്രിസ്തീയ മതമുണ്ട്, ഇസ്ലാമുണ്ട്. എല്ലാ മതത്തിൻ്റെ എല്ലാ ദൈവത്തിൻ്റെ മുമ്പിൽ പോയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. ഈ ദൈവത്തിന് ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ?
എല്ലാം നമുക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അല്ല, നമ്മൾ പോയിട്ട് എന്നെ സഹായിക്കണേ, എനിക്ക് ചെറിയൊരു പ്രശ്നം, എന്നെ സഹായിക്കണേ, എത്രയോ ഫോമുകൾ അവിടെ കൊണ്ടു കൊടുക്കണമെന്ന് അറിയാമോ? കേരള സർക്കാരിന് കൊണ്ടു കൊടുക്കുന്ന ഫോമിനേക്കാൾ കൂടുതൽ. അല്ല മണി, ഒരു സെക്കൻഡ്, ഇത് രസകരമായൊരു ചോദ്യം. അതായത് ആശുപത്രിക്കാർ കിണഞ്ഞ് ശ്രമിച്ചിട്ടും മണിയുടെ വരവ് തടയാൻ പറ്റിയില്ല. അതായത് അമ്മയുടെ പ്രസവം നിർത്തിയെങ്കിലും അത് യഥാർത്ഥം നിർത്തപ്പെട്ടില്ല. മണി ഇങ്ങോട്ട് പുറത്തേക്ക് പോകുന്നു. എനിക്ക് പറയാൻ പറ്റില്ല, അത് എൻ്റെ അച്ഛൻ്റെ കുഴപ്പമായിരിക്കും ചിലപ്പോൾ. അച്ഛൻ്റെ കുഴപ്പമില്ല, അച്ഛൻ്റെ മിടുക്ക്. നിർത്തിയ പ്രസവത്തെ വീണ്ടും സജീവമാക്കി മണിയെ പുറത്തേക്ക് എടുക്കുന്നത് അച്ഛൻ്റെ മിടുക്കാണ് അല്ലേ? അച്ഛൻ്റെ മിടുക്കല്ല, സർക്കാർ ആശുപത്രി നോക്കണം, അതാണ് നോക്കേണ്ടത്. അച്ഛൻ്റെ മിടുക്കല്ല അത്. പോട്ടെ, നമ്മൊരു മിടുക്ക് അച്ഛന് കൊടുത്തേക്കാം. പക്ഷേ എന്നിട്ട് ഈ പ്രസവം നിർത്തിയിട്ടും ഭാര്യ പ്രസവിച്ച് ഒരുത്തനുണ്ടായി, ഒരു കരിമാടിക്കൂട്ടം കൂടി വന്നിരിക്കണു എന്നൊരു നിരാശ അച്ഛൻ ആദ്യം ഉണ്ടായിരുന്നു. അല്ല, അച്ഛനും കരിമാടി കൂട്ടനായിരുന്നു. അതല്ല, ഇത് എത്ര പേരെ ഇനി പോയിട്ട് നിന്റെ വേറൊരുത്തരും കൂടെ വന്നിരിക്കണു. ഇതെന്താണെന്നറിയുമോ? ഇതിനകത്ത് നമ്മുടെ ഈ പഴയ കാല ചരിത്രങ്ങൾ, എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാലക്കുടി വൈലേലി എന്ന് പറഞ്ഞ മേനോൻ്റെ വീട്ടിൽ പണിയെടുക്കുന്ന സമയത്ത് അവിടെ ചെന്നിട്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ആൾക്കാർക്ക് അറിയില്ല, പാള എന്ന് പറഞ്ഞ സാധനം അറിയോ സാറ്? അതിൽ എന്റെ പണി ഈ പാളയിലേക്ക് നമ്മൾ പണ്ട് വണ്ടി ഓടിച്ചിട്ട് ഒരുപാട് വണ്ടി ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകും. അത് കഴിയുമ്പോൾ അത് കീറും. അതെ, 2 സൈഡ് കെട്ടിയിട്ട് അതിനകത്ത് മാങ്ങ വീഴും. ആ മാങ്ങ മൊത്തം അതിനകത്തിട്ട് എൻ്റെ വീട്ടിൽ എനിക്ക് കൊണ്ടുവരും. അപ്പം അന്ന് എൻ്റെ കൂട്ടുകാരന്മാർ കുറേ ആൾക്കാരുണ്ട്. അപ്പം അതിലൊരു കൂട്ടുകാരൻ പറയും, ആരെ ദേഹത്ത് മാങ്ങ തട്ടിയിട്ട് വീഴുന്നോ ആ മാങ്ങ അവനാന്ന് പറയും. പക്ഷെ അന്ന് ആ നാളുകൾ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. അങ്ങനെ മാമ്പഴം വരെ കൊണ്ടു തന്ന ഒരാളായിരുന്നു എൻ്റെ അച്ഛൻ. ഷർട്ട് പോലും ഇടില്ല, ഷർട്ട് ഇടാൻ അറിയില്ല. കാരണം അറിയാത്തതുകൊണ്ടല്ല, ഷർട്ട് ഇല്ല. എന്താ പിന്നെ അച്ഛൻ ഷർട്ട് ഇട്ടത്? എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് ഷർട്ട് ഇട്ടു. അന്ന് എൻ്റെ അച്ഛൻ പറയുകയും ചെയ്തു. അച്ഛന് കസേരയിലിരിക്കാൻ അറിയില്ല. അച്ഛൻ ഇരുന്നത് ഒരു കുന്തുകാലിൽ ഇങ്ങനെ ഇരിക്കും. നമ്മളൊക്കെ പണ്ട് ഇങ്ങനെ ഇരിക്കില്ലേ, ഇങ്ങനെ ഇരുന്നിട്ടാണ് അച്ഛൻ. എൻ്റെ അച്ഛനാണ് ഷർട്ട് ഇട്ടിട്ട് ചൊറിഞ്ഞിട്ടും വയ്യ. അങ്ങനെ ഇരിക്കുന്നത് വെച്ചാൽ മറ്റുള്ളവരുടെ മുമ്പിൽ കുറച്ചുകൂടി ബഹുമാനം കാണിക്കാൻ വേണ്ടി ഇരിക്കുന്ന അതുകൊണ്ടല്ല. അതിപ്പോൾ തമിഴ് സിനിമയിൽ ഒരുപാട് സിനിമാ താരങ്ങളുണ്ട്. ഇവരെല്ലാവരും ഒരു മീറ്റിങ്ങിന്, ഞാൻ ഇതും കൂടി ഒന്ന് ഓർമ്മിച്ച് പറയണേ, അതുകൊണ്ട് പറയണേ, ഞാൻ പല സിനിമാ താരങ്ങളും വന്നിരുന്നതെല്ലാം ഇങ്ങനെയാണ്. രജനീകാന്ത് എന്ന് പറഞ്ഞൊരാൾ വന്നിരുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ? ഇങ്ങനെയാണ്. അല്ല, ഓരോരുത്തർ ഇരിക്കുന്നതിന് ഓരോ സ്റ്റൈലുകളുണ്ട്. ഞാനിപ്പോൾ സാറ് ഇൻ്റർവ്യൂ കാണുമ്പോൾ എപ്പോഴും എല്ലാ ഇൻ്റർവ്യൂ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ഒരു പേന കയ്യിലുണ്ടാവാറുണ്ട്. അതുണ്ട്, അത് നിങ്ങളെ ഒന്ന് ചൂണ്ടിറങ്ങിൽ ആയിക്കോട്ടെ, ഞാൻ എല്ലാം ശ്രദ്ധിക്കുന്ന ആളാ. അല്ല, മണി നല്ലൊരു മിമിക്രിക്കാരനാകാൻ കാരണം ഈ നിരീക്ഷണമാണ്. മണി ജീവിതത്തെ നിരീക്ഷിച്ചു, സ്വന്തം ജീവിതത്തെ നിരീക്ഷിച്ചു, ചുറ്റുവട്ടവും നിരീക്ഷിച്ചു. ആ നിരീക്ഷണമാണ് മണിയെ മണിയാക്കി മാറ്റിയത്. അപ്പം മണി വലിയൊരു കലാകാരനായ ശേഷമാണ്. ഞാൻ ഒരിക്കലും വലിയ കലാകാരനല്ല. ഞങ്ങളുടെ മനസ്സിൽ മണി ഒരു കലാകാരനാണ്. സാറ് ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ സാറ് പറയുന്ന വാക്കുകളും ചോദ്യങ്ങളൊക്കെ ഞാൻ ടി വിയിൽ കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഞാൻ അത്ഭുതപ്പെടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ചോദ്യങ്ങളും വളരെ കൃത്യമായിട്ട് വളരെ കണ്ണിങ് ആയിട്ടേ ചോദിക്കാറുള്ളൂ. അയ്യേ, വെറുതെ തോന്നണ. എല്ലാവരും ഇങ്ങനെ പറയും. നമ്മുടെ ഇതിപ്പോൾ ഒടുവിൽ ഉണ്ണീഷേട്ടൻ പറഞ്ഞ പോലെയായി. മണി എന്താ കാരണം അറിയോ? അല്ല, ഞാനൊരു കാര്യം പറയാം. ഒടുവിൽ ഉണ്ണീഷേട്ടൻ പറഞ്ഞ പോലെ ഇതാരാ, ഇത് ഈ സ്ഥലമൊക്കെ മേടിച്ചത്, അതായത് വേറൊരാൾ വന്ന് ചോദിക്കുക, ഈ സ്ഥലമൊക്കെ മേടിച്ചാരാ? ഇതൊക്കെ ഒടുവിൽ ഉണ്ണിച്ചേട്ടനാണ്. അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ ഈ മറ്റേ കാറ് കിടക്കണ്ടല്ലോ, അത് ചേട്ടനെ മേടിച്ച, അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഒരു ബിൽഡിംഗ് പണിതുണ്ടല്ലോ, അത് ചേട്ടൻ മേടിച്ചോണോ? അങ്ങനെയൊന്നുമില്ല. ഇതാരാ, ചേട്ടൻ്റെ മോനാണോ? അങ്ങനെയൊന്നുമില്ല.